ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ വൈറലായിട്ട് കാണുന്നൊരു പോസ്റ്റാണ് ഈ പറയുന്ന സ്വൈപ്പ് പോസ്റ്റുകൾ അല്ലേ. ഇൻസ്റ്റഗ്രാമിൽ കറോസലായിട്ട് ചെയ്യുന്ന സ്വൈപ്പ് പോസ്റ്റുകളും സീംലെസ് ഇൻസ്റ്റഗ്രാം സ്വൈപ്പ് പോസ്റ്റുകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എങ്ങനെ ചെയ്യാൻ നമ്മൾ പറയുന്നത്. ഒരുപാട് പേര് പിക്സാർട്ട് ചെയ്യുമ്പോഴേക്കും 3600 ആൻഡ് 1500 റേഷ്യോയിൽ ചെയ്യുമ്പോൾ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈസി ആയിട്ട് നമുക്കും ചെയ്യാം. ആകെ രണ്ട് ആപ്പുകൾ മാത്രം മതി. ഒന്ന് വന്നിട്ട് പിക്സാർട്ട് ആൻഡ് രണ്ട് പനോരമ. ഓക്കെ, ഈ രണ്ട് ആപ്പുകളും പ്ലേ സ്റ്റോറിൽ കിട്ടും. നമുക്ക് അത് രണ്ടും യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ആപ്പും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കണം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വീഡിയോ കണ്ടാലും മതി. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനകത്ത് എഡിറ്റ് എ ഫോട്ടോ അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ബ്ലാങ്ക് ആയിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അടുത്ത രണ്ടാമതായിട്ട് കാണുന്ന ബ്ലാങ്ക് സിമ്പലാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. അതെടുക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്, ഇതൊരു ആഡാണ്. 1 മിനിറ്റ്. ഇതുപോലെ ഇൻ്റർഫേസ് വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ് ടൂൾസ് എടുക്കുക. താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം ഇങ്ങനെ ആഡ് ഫ്രെയിമൊക്കെ. അതിനകത്ത് നമ്മൾ എന്തെടുക്കുക, ഏറ്റവും ഫസ്റ്റ് കാണുന്ന ടൂൾസ് എടുക്കുക. അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കിടക്കുന്ന ക്രോപ്പ് ഓപ്ഷനാണ് എടുക്കേണ്ടത്. ആ ക്രോപ്പ് ഓപ്ഷൻ എടുത്തു. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്നതിൽ സാധാരണ നമ്മൾ 3600 ആണ് കൊടുക്കാൻ എല്ലാവരും പറയുന്നത്. ആൻഡ് 1500 വിഡ്ത്തും ഹൈറ്റും അതായിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അത് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ കാണിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പം 1500 കൊടുക്കുമ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ താഴെ ഇങ്ങനെ 20 മുതൽ 3464 വരെ പറ്റത്തുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2400ഉം അപ്പുറത്തായിട്ട് നമ്മൾ ലിമിറ്റ്, അതിൻ്റെ ഏറ്റവും മാക്സിമം ലിമിറ്റ് ഏതാ കൊടുത്തേക്കുന്ന 5000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 500 ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ ആ 500 നമ്മൾ കൊടുക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇത് നമുക്ക് 6 ഫോട്ടോസ് വരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ വേണം എഡിറ്റ് ചെയ്യാം. ഇനി എനിക്ക് അത്ര എഡിറ്റിംഗ് സ്കിൽസ് ഒന്നും ഇല്ല. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ജസ്റ്റ് ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാന്നുള്ള രീതിയിൽ മാത്രം ഞാൻ പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്യാം. അതിനകത്ത് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എഡിറ്റൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഗാലറി കിടക്കുന്ന ഏതെങ്കിലും ഫോട്ടോസിനെ എടുത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫിക്സ് ചെയ്യാണ്. ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഇപ്പോൾ എൻ്റെ ഗാലറിയിൽ ഇപ്പോൾ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കത് എടുത്തിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫിക്സ് ചെയ്യാം. 6 സ്ലൈഡ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വയ്ക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പവർ, നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ച് ഇഷ്ടമുള്ളവർ ഫിക്സ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ടൈം എടുത്ത് എഡിറ്റ് ചെയ്യുന്നതല്ല. അപ്പം ഞാൻ എന്നിട്ട് ഇതിലൊരു ഫ്രെയിം കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഗാലറിയിൽ നിന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റൊക്കെ ചെയ്യാം. സ്റ്റിക്കേഴ്സ് എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിക്കേഴ്സിനകത്ത് ഒരുപാട് സ്റ്റിക്കർ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ജസ്റ്റ് ഫോർ എ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു നേച്ചറിൻ്റെ നോക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അതുപോലത്തെയൊക്കെ വരും. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ഞാനപ്പോൾ അത് ഇച്ചിരി വലുതാക്കി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ സ്റ്റിക്കേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കും ഞാൻ പിന്നെ എടുക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എങ്ങനെ വേണം എഡിറ്റ് ചെയ്യാം. സ്റ്റിക്കേഴ്സ് എടുത്തു. പിന്നെ സ്റ്റിക്കേഴ്സിനകത്ത് സ്റ്റിക്കേഴ്സിനകത്ത് നമുക്ക് പിന്നെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണം. അത്രയ്ക്കേ ഉള്ളൂ. ഞാനൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് ഫിക്സ് ചെയ്യാനാണ് നോക്കുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു ഇതൊക്കെ ബാക്ക് അടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ആഡ് ഫോട്ടോ എടുക്കുക. ഓക്കെ, നമുക്ക് സൂം ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. അത് എളുപ്പം. ആഡ് ഫോട്ടോ എടുത്തിട്ട് ഗാലറിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റ്, ഏതെങ്കിലും ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അകത്ത് നമുക്കത് കറക്റ്റ് ചെയ്ത് വെച്ചാലും മതി. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാം വരും. അപ്പം നമുക്കത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചരിച്ച് നേരെ വയ്ക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് വേണ്ട നേരെ വെക്കുന്നു. ഇതുപോലെ ഓക്കെ, ഇത്രയും ചരിക്കണ്ട, ജസ്റ്റ് നേരെയൊക്കെ വെക്കുന്നു. എന്നിട്ട് വേണമെങ്കിൽ ബോർഡർ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ട് നിൽക്കും. ബോർഡർ കൊടുക്കുക. ഇതിനകത്ത് തന്നെ അത് നമുക്ക് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിനകത്ത് തന്നെ ബോർഡർ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കാം. അതുപോലെ നമുക്ക് വേറെ ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം ടച്ച് ചെയ്ത് ഇത് മാറ്റിയിട്ട് ഓക്കെ. അപ്പോൾ ഇത് എടുക്കാത്ത അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ബോർഡർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ബോർഡർ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിനും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യുക, ബോർഡർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ബോർഡർ കൊടുത്തേക്കുന്നത്. നിങ്ങളത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഐഡിയയിൽ കൊടുക്കുന്നതും അല്ല, ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിക്കേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതാണ്. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റേഷ്യോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഈ റേഷ്യോ കൊടുക്കാൻ നോക്കിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇങ്ങനൊരു റേഷ്യോ കൊടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ അതുപോലെ പ്ലേസ് ചെയ്യാം കേട്ടോ. ഈ ക്യാറ്റിനൊന്നും പ്ലേസ് ചെയ്യാൻ സ്ഥലമില്ല. എന്നാലും ഇവിടെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടേക്ക്. ഓക്കെ, അപ്പോൾ അതിനിതുപോലെ ബോർഡർ വെച്ച് കൊടുക്കാം. ഓക്കെ, ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു എന്താ പറയുക,
ഒരു കൊളാഷ് ഓഫ് ഫോട്ടോസ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എല്ലാത്തിനും ബോർഡറൊക്കെ വെച്ച് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് വേറെ ഇട്ട് കൊടുത്തു. നമുക്ക് അതിന്റെ ഒപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണോ അതിനകത്ത് കറക്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാത്തിനും അതിന്റേതായ ഓപ്ഷൻസിനകത്തുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല ഇതൊരു എഡിറ്റിംഗ് വീഡിയോ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയൊന്നും കാണിക്കുന്നില്ല. ഇനി അതിനകത്ത് നമുക്ക് ഇതുപോലെ ലെൻസ് ഫ്ലെയേഴ്സ് ഒക്കെ വെക്കാം. അതായത് നമ്മളിങ്ങനെ സൂര്യപ്രകാശം അടിക്കുന്ന പോലത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ. ഇനി അതിന് ശേഷം നമ്മള് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്കേഴ്സ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സ്റ്റിക്കർ എടുത്തിട്ട് കുറച്ച് പ്രകൃതിയുടെയൊക്കെ സ്റ്റിക്കേഴ്സും നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ അതിനകത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കണ്ട പൂക്കളൊക്കെ പറിച്ച് വെക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ചിലത് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പ്രോന്ന് കാണിക്കും. അത് നമ്മുടെ എന്താ ക്യാഷ് അടച്ചാൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും അങ്ങനെ കിട്ടത്തില്ല. എന്നാലും മാക്സിമം ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് പ്രോ അല്ലാത്ത സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. സേവ് ചെയ്യാൻ മുകളിലത്തെ ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. സേവിന്റെ ബട്ടൺ. അപ്പം ഇങ്ങനെ കറങ്ങും. കൊടുക്കുക. നമ്മൾ എക്സ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ഡൺ കൊടുക്കുക. ഓക്കെ. അപ്പം നമ്മുടെ പനോരമ ആപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് പെനോക്കെട്ട് എന്ന് പറയുന്ന ആപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൽ പനോരമ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ ഇമേജ് സ്ലൈഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഇന്റർഫേസ് വരും. നമുക്ക് കുറെ ഇമേജസ് ഇങ്ങനെ വരും. നമ്മുടെ ഗാലറി വരും. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത ആ ഫോട്ടോ നമ്മളെടുത്ത് ഡൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. എത്ര സ്ലൈഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് 6 സ്ലൈഡിൻ്റെയാണ് നമ്മൾ ചെയ്തേക്കുന്ന ഫോട്ടോ. കണ്ടില്ല ഫില്ലായത്. അപ്പോൾ നമ്മൾ 6 സ്ലൈഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അതല്ല നമുക്ക് 8, 10 എത്ര വേണം സെലക്ട് ചെയ്തതിന് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് നമ്മൾ 6 എണ്ണത്തിനാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 6 ആണ് കൊടുക്കുന്നത്. 6 സ്ലൈഡാണ് കൊടുക്കുന്നത്. പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂവിൽ ഇമേജ് അതായത് ഫോട്ടോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ ഇത് ഇതുപോലെ കട്ടാവാത്ത പോസ്റ്റ് നമുക്ക് കിട്ടും. സ്ലൈഡ് പോസ്റ്റ് ഇങ്ങനെ കിട്ടും. ഇതിൽ കണ്ടില്ലേ ബ്രേക്ക് ആവാത്തത്. നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന ടൈമിൽ ബ്രേക്ക് ആവാത്ത കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടും. സേവ് ചെയ്തതിന് ശേഷം നമ്മളടുത്ത് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അടുത്ത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് ഓർഡറിൽ ഇത് കൊടുക്കണം. പോസ്റ്റ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് ഓർഡറിൽ കൊടുക്കണം. പലർക്കും നമ്മൾ നമ്മുടെ ഫോട്ടോ കറക്റ്റ് സൈസിൽ അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ല. കട്ടായിട്ട് സ്ക്വയർ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് നമ്മൾ എടുത്ത സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഒരു ആരോ മുകളിലേക്ക് ഒരു ആരോയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ആരോ. ഈ സൈഡിൽ കാണുന്ന ആരോ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറുതാവുകയും വലുതാവുകയൊക്കെ ചെയ്യും. ഇതാണ് നമ്മുടെ കറക്റ്റ് സൈസ്. അപ്പോൾ ആ കറക്റ്റ് സൈസിനൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് സെലക്ട് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോട്ടോസ് കറക്റ്റ് ഓർഡറിൽ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ഏതാ അത് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ഫോട്ടോസ് ആയിട്ടായിരിക്കും നമുക്ക് ഗാലറിയിൽ സേവ് ആവുക. നമ്മൾ പനോരമയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഫോട്ടോസ് ആയിട്ടായിരിക്കും സേവ് ആവുക. നമ്മളത് കറക്റ്റ് ഓർഡറിൽ ഇതുപോലെ കൊടുക്കുക. സെക്കൻഡ് ഫോട്ടോ ഇതാണ്. അത് 6th വൺ. അപ്പം നമ്മൾ കറക്റ്റ് ഓർഡറിൽ ഇതുപോലെ കൊടുക്കുക കേട്ടോ. പനോരമയിൽ നീളത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഫോട്ടോ കട്ടായിരിക്കും ഗാലറിയിൽ വരിക. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓർഡറിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ കട്ടാവാത്ത ഫോട്ടോസായിട്ട് കിട്ടുന്ന കണ്ടില്ലേ ഇതുപോലെ മുറിഞ്ഞു പോകാത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അത് ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട പ്രിവ്യൂവിൽ കണ്ടതുപോലെ സ്ലൈഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആവാത്തൊരു ഇത് നമുക്ക് അതിനകത്ത് ഓപ്പൺ ആയി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ.